ലൈക്ക് ക്യാമറ ടോക്ക്. ഈ സിനിമയെ പറ്റി ഒന്നുകൂടെ ഞാൻ പറയാം. സിനിമ ഉണ്ടായതൊരു GR ഇന്ദുഗോപനിലേക്ക് സിനിമയില്ല. പുള്ളി എൻ്റെ അനുഭവങ്ങൾ എഴുതിയില്ലായിരുന്നെങ്കിൽ, എഴുതിയില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എഴുതാൻ പറ്റും, പക്ഷേ ഇത്ര ആത്മാർത്ഥമായിട്ട് ഇത് എഴുതിയില്ലായിരുന്നെങ്കിൽ സിനിമയില്ല. പിന്നെ അടുത്ത് വന്നത് സാനു ജോൺ വർഗീസാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പറയുന്ന പൊന്മാനില്ല. പിന്നെ അടുത്ത് വന്നത് രഞ്ജിത്ത് കരുണാകരനായിരുന്നു. നമുക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസറോട് സംസാരിക്കാം. പുള്ളിയില്ലേ സിനിമയില്ല. ഇത് ചെയ്യാൻ തീരുമാനിച്ച ഈ പ്രൊഡ്യൂസർ ഐതുവിനായില്ലേ സിനിമയില്ല. ഈ സിനിമയില്ല, പക്ഷെ പൊന്മാൻ വേറെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ബേസിലില്ലെങ്കിൽ ബേസിൽ നമുക്ക് തന്നൊരു സപ്പോർട്ട് ഭയങ്കര വലുതാണ്. ഭയങ്കര നന്ദിയാണ് ബേസിലിനോട്. അതുപോലെ സജിൻ, ആനന്ദ് മന്മഥൻ, സ്റ്റെഫി, എല്ലാവരും നമുക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ടുണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. ഒരു രക്ഷയില്ല. ഫ്ലാറ്റിൽ ഇരുന്ന ബുക്ക് എടുത്ത് ബെന്നി കട്ടപ്പന കൊണ്ടു കൊടുത്താൽ ഈ സിനിമയില്ല. ഇത് വായിക്കാൻ ബേസിൽ പറഞ്ഞ പോൾസ് ഇല്ലേ സിനിമയില്ല. ഫേവറേറ്റ് ആണ് എനിക്ക് പൊന്മാൻ. മനസ്സിലായി. അപ്പൊ അത് എല്ലാരും വന്ന് 30-ാം തീയതി കാണണം, ആവശ്യമാണ്. ഉറപ്പായിട്ടും കണ്ടിരിക്കും ജ്യോതിഷേട്ടൻ. ഒരു ഇതുമില്ല, ഞങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കും. ഇപ്പൊ ജ്യോതിഷേട്ടൻ പറഞ്ഞില്ലേ, ഈ ആർട്ട് ഡയറക്ടർ കലാസംവിധാനത്തിൽ ഉണ്ടായിരുന്നതിന്റെ ഒരു ഗുണമാണ് ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുന്നതെന്ന്. അപ്പൊ കലാസംവിധാനം ടു സംവിധാനം വന്നപ്പോ ഒരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഞാൻ സംവിധാനം മൈന്യൂട്ട് നമ്മളിപ്പം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കണ്ണാണ് ക്യാമറ. കണ്ണിൽ നമുക്ക് എല്ലാം കാണാം. അപ്പം നമ്മുടെ മനസ്സാണ് ഇമോഷൻ. അങ്ങനെയാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുക. അത്രയും ഡീറ്റെയിൽ ആണല്ലോ നമ്മുടെ ലോകം, പരിചയം, എല്ലാം ഡീറ്റെയിലിംഗ് ആണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ആ ഡീറ്റെയിലിംഗ് ഉണ്ടാവണമെന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു പോസ്റ്റർ ആയാലും അല്ലെങ്കിൽ ഒരു പത്രപരസ്യം ആയാലും എന്തിനും മാക്സിമം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രത്തോളം കൊടുക്കുന്നതാണ് കലാപ്രവർത്തനം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് A to Z നോക്കും. ഡയറക്ടറായിട്ട് മാത്രമല്ല നിൽക്കാന്ന്, അല്ല, എല്ലാ ഏരിയയും നമ്മൾ നോക്കും. അപ്പം നമുക്ക് ഇപ്പം അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയാതെ വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? പണി അറിയാവുന്ന ഏൽപ്പിക്കുക. മ്യൂസിക് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. ജസ്റ്റിൻ വർഗീസ് വന്ന് ഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്ത് തന്നു. അപ്പോൾ നമുക്ക് ആ പാട്ടൊക്കെ എന്ത് രസമുള്ള പാട്ടാണ്. എന്നെ ബേസ് കൊണ്ട് കേൾപ്പിച്ച് അപ്പം തന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റിന് ഈ പാട്ട് ഹിറ്റാ. 3-4 പാട്ടുണ്ടായിരുന്നു, അതില്ലേ പകപ്പാട്ട്, അത് മാത്രമേ ഇഷ്ടപ്പെട്ടു. ജസ്റ്റിനെ ഉഗ്രം പാട്ടാണ്. പാട്ട് ഒറ്റ ഞാൻ കേട്ടുള്ളൂ. അത് എന്തോ അത് എല്ലാം കൊണ്ടും ഒത്തു വന്നു, സെറ്റായിന്ന് അല്ലെ. ഇപ്പൊ ജ്യോതിഷേട്ടൻ പറയുമ്പോ വർക്കിനെ കുറിച്ച് പറയുമ്പോ ജ്യോതിഷേട്ടൻ ഇന്ന് വരുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്, ഒരു സിൻസിയറിറ്റി. 24 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ലൈഫ് ആർട്ടിന് വേണ്ടി. ഒരു ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി മാറ്റി. പരാജയപ്പെട്ടു പോയ ആളൊന്നുമല്ല ഞാൻ. മാന്യമായിട്ട് കലാസംവിധാനത്തിൽ മാന്യമായി പൈസ ഉണ്ടാക്കിയ ആൾ തന്നെയാണ്. പക്ഷെ നമ്മള് അതിനുവേണ്ടി കൊടുക്കുക. ഇനിയും ജീവിതം അങ്ങോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയല്ലേ. മനസ്സിലായി. അപ്പൊ നമ്മുടെ ആർട്ടിന് അത്രയും ജീവനുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങനെ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വർക്ക്, അതിപ്പോ ഫോർ എക്സാമ്പിൾ കുമ്പളങ്ങി നൈറ്റ്സിലെ വീട്, കുമ്പളങ്ങി നൈറ്റ്സിലെ നമ്മള് എന്താ പറയാ തീറ്റപ്പറമ്പ് എന്ന് പറയുന്ന ആ പറമ്പില് അവരുണ്ടാക്കി വെച്ചേക്കുന്ന ആ വീട് ഇപ്പൊ ഏതാണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. കാരണം ആൾക്കാർ പല പല സ്ഥലങ്ങളിൽ നിന്ന് അത് കാണാൻ ഒരുപാട് ആൾക്കാർ അയച്ചു തരാറുണ്ട്. നിന്റെ വീട്ടിൽ പോയടാ, കുമ്പളങ്ങി വീട്ടിൽ പോയടാന്നൊക്കെ പറഞ്ഞ് ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും അയച്ചു തരാം, സുഹൃത്തുക്കളൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പൊ അത് അങ്ങനെ കാണുമ്പോ എന്താ ഒരു ഫീൽ? അതായത് നമ്മൾ ഉണ്ടാക്കിയ ഒരു വർക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അല്ല എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഫീൽ ഒന്നും തോന്നാറില്ല. കുമ്പളങ്ങി കഴിഞ്ഞ് കുമ്പളങ്ങി വിട്ടു നമ്മള്. കുമ്പളങ്ങി സിനിമ കഴിഞ്ഞെങ്കിൽ എന്റെ ജോലി കഴിഞ്ഞല്ലോ. അതൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് മാത്രമായി നിൽക്കുകയല്ലേ. അതിനോട് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. അടുത്തത് എന്താണെന്നുള്ളതാണ് എന്നെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ അടുത്തത് പൊന്മാൻ, അതാണ് എന്റെ ക്യൂരിയോസിറ്റി. ഇപ്പോഴത്തെ 30-ാം തീയതി കഴിഞ്ഞ് എൻ്റെ പൊന്മാൻ പോയി. ഓഡിയൻസ് ഉള്ളു, പബ്ലിക് ആയില്ലേ. ഞങ്ങളുടെ പബ്ലിക്കിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിനെ പിടിച്ചു നോക്കുന്നത്. 30-ാം തീയതി വരെ എൻ്റെ ഈ പൊന്മാനിൽ ഈ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ കൊല്ലം ബേസ് ചെയ്ത് മൺട്രോത്തുരത്തിലല്ല അത് ചെയ്തേക്കുന്നത്. അതിൽ ചെയ്യുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു ആർട്ട് ഡയറക്ടർ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ കാര്യം എന്തായിരുന്നു? സംവിധാനം ചെയ്യാന്നുള്ളത്. അതാ ആദ്യത്തെ ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച് ഒന്നുമില്ല, ആ ഒറ്റ ചലഞ്ച് മതി. അതിലെല്ലാം ഉണ്ട്. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് കഴിഞ്ഞു, സിനിമ കണ്ടു, ജ്യോതിഷേട്ടൻ സിനിമ കണ്ടല്ലോ ഫുൾ ലെങ്ത്. ഞാൻ ഹാപ്പിയല്ലേ ഇവിടെ നിൽക്കൂ. എന്നിട്ട് എനിക്ക് എന്റെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാത്തിനും വിശ്വസിക്കുന്നത്. ഇപ്പം ഏത് പടത്തിന് കലാസംവിധാനം ചെയ്യുമ്പോഴോ അല്ലെ നമ്മൾ ഇവന്റ് വർക്ക് ചെയ്യുമ്പോഴോ അല്ലെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, നിനക്ക് ഈ പണി ഇഷ്ടപ്പെട്ടോ? അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ, ഞാൻ വിടും. പിന്നെ മറ്റവർക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇപ്പം ബ്രഹ്മയുഗത്തിന്റെ സെറ്റ് പുല്ല് വെച്ച് സെറ്റ് ഇടുന്ന രാഹുലിനോട് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ക്രാഫ്റ്റ് അതിനകത്ത് വരുമല്ലോ. അപ്പം
അവരോട് അപ്പം രാഹുലെ നിങ്ങൾ രാവിലെ വന്നിട്ട് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കരുത്, നിങ്ങളവിടെ വന്ന് നിന്ന് നോക്കണം. അത് ഇങ്ങനെ നോട്ട് നോക്കിയാൽ പോരാ, നിങ്ങൾ വന്നിരുന്ന് കുറച്ചു നേരം നോക്കണം. നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അല്ല അപ്പൊ ഞാനന്ന് അവാർഡ് മേടിക്കാൻ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു ആ വർഷം. അന്നാ ഷൂട്ട് ആ സെറ്റില് ഈ ഒളപ്പമണ്ണ മണ്ണേന്റെ ഷൂട്ട്. രാവിലെ 8 മണി രാവിലെ വന്ന് രാവിലെ നോക്കിയിട്ട് 9 മണിയായപ്പോൾ എന്നെ വിളിച്ച് പക്ഷെ നല്ലതായിട്ടുണ്ട്. 1 മണിക്കൂർ നോക്കി. അല്ല അല്ല ഞാൻ പറഞ്ഞു പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ ഒരാൾക്ക് ഇതെന്തു പൊടി എന്ന് തോന്നും. അത് ക്യാമറ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഓക്കെ ആയിരിക്കും. അങ്ങനെ പോരെ പോരെ മതി. അല്ല ഞാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമായിരുന്നു. നമ്മളിപ്പോ കുറച്ച് മാറ്റി വെച്ചിട്ട് പറയാം, അടുത്തതിന് പറയണ്ടേ, അടുത്ത നെക്സ്റ്റ് ഇന്റർവ്യൂ. കുഴപ്പമില്ല. നമ്മളിപ്പോ ഇപ്പൊ ഞാനൊരു ആങ്കറാണ്. ഞാനപ്പോ വേറെ ഇന്റർവ്യൂ കാണുമ്പോൾ ഒരു ആങ്കർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ ഇപ്പം ജ്യോതിഷേട്ടന്റെ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയിലെ ആർട്ട് വർക്ക് ശ്രദ്ധിക്കും അല്ലെ. ഓഫ് കോഴ്സ് ബാക്കി കഥയേക്കാൾ കൂടുതൽ ചിലപ്പോൾ ജ്യോതിഷേട്ടന്റെ ഒരു കോൺസെൻട്രേഷൻ പോകുന്ന അതിന്റെ ആർട്ടിലേക്കായിരിക്കും. കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ ജ്യോതിഷേട്ടന് മനസ്സിലാവും. പക്ഷെ ചില സാധനങ്ങൾ കാണുമ്പോൾ ഇത് ആർട്ടാണെന്ന് മനസ്സിലായി, പക്ഷെ ഇതിവർ എങ്ങനെ ചെയ്ത് ഒപ്പിച്ചു എന്ന് തോന്നിയ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. വേറെ സിനിമകൾ, ജ്യോതിഷേട്ടൻ വർക്ക് ചെയ്ത സിനിമകളല്ല, ചില മൂവീസിലെ ചില സാധനങ്ങള് ഇത് എന്നാലും ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്തു, നല്ലോണം പാടുപെട്ട് കാണുമല്ലോ എന്ന് തോന്നിയത്. ഒരു കാര്യം പറയണേ, ഞാൻ പറയാം. അതായത് ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ ഞാൻ സിനിമയാണ് കാണുന്നത്, അത് ആർട്ട് ശ്രദ്ധിക്കാറില്ല. ശരിക്കും? ശരി, എന്തിനാ ആർട്ട് ശ്രദ്ധിക്കുന്നത്? 2, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ആർട്ട് ശ്രദ്ധിക്കും. ഓ അങ്ങനെ. അത് എന്നെ അത്ഭുതപ്പെടുത്തി. അടുത്തിടെ വന്നത് അജയൻ ചാലിശ്ശേരിയുടെ സെറ്റാണ്. ഞങ്ങൾ ഇപ്രാവശ്യം മത്സരം ബ്രഹ്മയുഗവും മഞ്ഞുമ്മൽ ബോയ്സും തമ്മിലാണ്. അപ്പൊ ഞങ്ങൾ രണ്ടും വലിയ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഈ മത്സരത്തിനെ പറ്റി സംസാരിക്കോ? അത് നമുക്കൊരു ഞാൻ 7 കൊല്ലം കാത്തിട്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. 7 കൊല്ലം ഷെൽഫ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഫ്ലാറ്റിൽ. ഇനി എത്ര വാങ്ങാൻ കിടക്കുന്നു? അതിനുള്ള സ്പേസ് ഉണ്ട്, അളവിനാ വെച്ചത്. ഇത് 1.5 അടി ഹൈറ്റ് ആണ് ഈ ശില്പത്തിന്. അപ്പൊ ഇത് പുതിയൊരു സ്പേസിലേ വെക്കാൻ പറ്റുള്ളൂ. കാനായി സാറിന്റെ ഡിസൈൻ ആണ്. അപ്പൊ 1.5 അടി ഉള്ളത് കൊണ്ട് ഇത് പുതിയൊരു സ്ഥലത്ത് കൊണ്ട് വെക്കണം, സ്പെഷ്യൽ പീസ് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് ആ അളവ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് നല്ല ഗംഭീരമാണ്. അതിന് അടുത്തിടെ ഞെട്ടിച്ച വലിയൊരു സെറ്റ് വർക്കിൽ ഒന്നാണ് അജയന്റെ ആ വർക്ക്, ഗംഭീരമാണ്. പിന്നെ 2018 മോഹൻദാസിന്റെ അതും നല്ല നല്ല ഗംഭീര വർക്കാണ്. സത്യം. അത് പുള്ളി അവാർഡും കിട്ടി. പിന്നെ അങ്ങനെ പറഞ്ഞാല് പിന്നെ അങ്ങനെ ഞെട്ടുന്നതായിട്ട് പിന്നെ ഒന്നും തോന്നിയില്ല. അല്ല ബാക്കിയുള്ള നല്ല വർക്കുകളുണ്ട്, പക്ഷെ ഞെട്ടാൻ തക്ക ഒരു മനസ്സിലായി. ലിജോ, ഈ സെയിം ക്യാൻ ഹാപ്പൻ വിത്ത് ആൻ ആക്ടർ അല്ലെ? ഒരു ആക്ടർ ആവുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമ കാണുമ്പോൾ ചില സീനുകള് അവര് ചെയ്ത ചില ഇമോഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്നാലും ഇത് എങ്ങനെ ചെയ്ത് ഒപ്പിച്ചു എന്ന് നമുക്ക് തോന്നുമല്ലോ. നമ്മൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര അത്ഭുതത്തിൽ നോക്കിയിരുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും മൂവി കണ്ട ഏതെങ്കിലും പെർട്ടിക്കുലർ സീൻ? ഇല്ല, ഞാനും ഈ പറഞ്ഞ പോലെ കുറച്ച് മുന്നേ ഇപ്പൊ ജ്യോതിഷേട്ടൻ പറഞ്ഞ പോലെ സിനിമ കാണാൻ പോകുമ്പോൾ ഞാനും ഒരു പ്രേക്ഷകനായിട്ട് തന്നെ പോയിരുന്നത്, ഞാനും ഒരു സിനിമ കാണുന്നു, അത്രേ ഉള്ളൂ. ആ സമയത്ത് പെർഫോമൻസുകൾ ഞാൻ ഭയങ്കരമായിട്ട് അതിലേക്ക് ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്ന സിനിമ കാണുന്ന ആളാണ്. അതിൽ ഇമോഷണൽ സീൻസ് വന്നാൽ കരയുന്ന ആളാണ്. അല്ലാണ്ട് ഞാൻ ഇതൊക്കെ ആക്ട് ചെയ്തിരിക്കുന്നതാണ്, ഞാനൊരു ആക്ടറായിട്ടിരുന്ന് കാണാറില്ല. ഞാൻ അങ്ങനെ ശ്രമിച്ചാലും അങ്ങനെ നടക്കാറില്ല. ഞാൻ അതിലൊരു ഫണ്ണി സീൻ കണ്ട ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇമോഷണൽ, അപ്പോൾ അങ്ങനത്തെ സീൻസ് കണ്ട ഞാൻ ഇരുന്ന് കരയുന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് സിനിമ കാണുന്ന സമയത്ത് അവരത്രയും നന്നായിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് ചിരിയോ കരച്ചിലോ വരുന്നത്. അത് കാണും, ആസ്വദിക്കും, അല്ലെങ്കിൽ ആ ഇമോഷൻ ഞാൻ കൂടി ക്യാരി ചെയ്യും എന്നല്ലാണ്ട് ആ സമയത്ത് തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ അവർ ചെയ്തിരിക്കുന്നതിനെ അങ്ങനെ ഇരുന്ന് ശ്രദ്ധിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മൾ OTT-യിലോ ഒക്കെ ഇരുന്ന്, OTT-യിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പോസ് ചെയ്യാം. ഇപ്പം എനിക്ക് ഏതെങ്കിലും ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു 10 seconds കൂടി ബാക്ക് അടിച്ചത് ഒന്നും കൂടി കാണാം അവരെങ്ങനെയാ ചെയ്തിരിക്കാൻ നോക്കാം. പക്ഷെ തിയേറ്ററിൽ പോയി ഞാൻ ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും നമുക്കില്ല. അപ്പം ഞാനത് അങ്ങനെ ഇരുന്ന് കാണുള്ളൂ. ഇപ്പം OTT-യിലാണെങ്കിലും ഞാനിപ്പോൾ അങ്ങനെ കണ്ടതിന് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ശ്രദ്ധിക്കാറുള്ളത് മണിച്ചിത്രത്താഴിലെ ശോഭന മാം ചെയ്തിരിക്കുന്ന, അത് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള റെഫറൻസ്, ഈ പറഞ്ഞ പോലെ മണിച്ചിത്രത്താഴിന്റെ ഒരുപാട് റീമേക്കുകൾ വന്നിട്ടുണ്ട് പല ഭാഷകളിലും. അപ്പൊ അതിന്റെയൊക്കെ കമ്പാരിസൺസ് ഇങ്ങനെ എന്തെങ്കിലും റീലുകളായിട്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് അത് ഇടയ്ക്ക് ഞാൻ ഇരുന്ന് പോയി കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ അങ്ങനെ
അത്രയും അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ ബീങ് എ മലയാളി അത് ഇന്നെവിറ്റബിൾ ആണ് അല്ലെ, നമുക്ക് നമ്മളതൊരു കമ്പാരിസൺ നടത്തി ഇല്ല അതിന് മേലേക്ക് ഒന്നും വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശോഭന മാം ചെയ്തു വെച്ചിരിക്കുന്നതിന് മേലേക്ക് ആരും അത് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഭയങ്കര ഇമോഷണൽ ആവുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് നമ്മളൊരു ക്യാരക്ടറിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോ ആ ക്യാരക്ടറിന്റെ ഇമോഷൻ ഉൾപ്പെടെയാണല്ലോ അത് കണ്ടിരിക്കുന്ന നമുക്കും അത് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ചില ക്യാരക്ടേഴ്സ് പോരുന്നൊക്കെ നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് ആസ് ആക്ടേഴ്സ് ആ പ്രശ്നം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ബീങ് കുറച്ചൊരു ഓവർ ഇമോഷണൽ ഉള്ള ആളും കൂടിയാണ്, സെൻസിറ്റീവും കൂടെ ആളാണെങ്കിൽ ചില ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ ഈ ഹോണ്ട് ചെയ്യുന്ന പോലെ കൂടെ ഉണ്ടാവുക, അങ്ങനെ സംഭവിക്കാറുണ്ടോ? എനിക്ക് അങ്ങനെ കുറച്ച് കാലത്തേക്കെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നത് സെങ്കേനി, ജയ് ഭീമിലെ സെങ്കേനി മാത്രമേ ഉള്ളൂ. ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും ഒരു സിനിമ കഴിഞ്ഞാൽ മാക്സിമം 1-2 ദിവസം കൂടി ചിലപ്പം അത് മനസ്സിലുണ്ടാവും, പിന്നെ അതിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ആവും. അത് മാത്രം കുറച്ച് സമയം എടുത്തു, കാരണം അതിന് അത്രയും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചുകൂടി സമയം എടുത്തു ആ ഒരു ക്യാരക്ടറിന് ഒന്ന് പുറത്തേക്ക് വരാനായിട്ട്. ജ്യോതിഷേട്ടാ, ഇപ്പൊ നമ്മള് 2018 ഫ്ലഡിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പം മലയൻ കുഞ്ഞിൽ ഇതുപോലെ ഫൈനലി ആ ക്ലൈമാക്സ് സീനിൽ ഒരു സീൻ ഉണ്ട്. അത് നമ്മള് ഈ പറഞ്ഞതുപോലെ അതിന്റെ ആർട്ട് വർക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. ആ സമയത്തുള്ള എന്തെങ്കിലും ഒരു മെമ്മറി ഓർക്കുണ്ടോ അത് ചെയ്ത സമയത്ത്? പിന്നെ മെമ്മറിയേ ഉള്ളൂ, അതേ ഉള്ളൂ. മലയൻ കുഞ്ഞ് നമ്മൾ പാതാളത്തൊരു ഫ്ലോറിലാണ് മൊത്തം സെറ്റ് ഇട്ടേക്കുന്നത്. ആ വെള്ളവും എല്ലാം ഒരു സ്റ്റുഡിയോയ്ക്കുള്ളിലാണ്. ഇന്റർവെല്ലിന് ശേഷം ഫുള്ള് സ്റ്റുഡിയോയ്ക്കുള്ളിലാണ് വീഴുന്നതും ബാക്കി മുഴുവൻ നമ്മുടെ പാതാളത്തൊരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ സെറ്റ് ഇട്ടത്. എങ്ങനെ ചെയ്യുന്ന നമ്മളതിന്റെ ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ എടുത്തു വെച്ചിട്ടൊന്നുമില്ല. ഫോട്ടോസൊക്കെ അത്യാവശ്യം ഉണ്ടെന്നല്ലാതെ വീഡിയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പൊ അതിങ്ങനെ വെള്ളം 4 സ്റ്റേജായിട്ടാണ്, ഒരു 60 അടി താഴ്ചയിലാണല്ലോ ഈ മനുഷ്യനുള്ളത്. അപ്പം അത് നമുക്ക് 60 അടി ഹൈറ്റ് ഉള്ള ഒരു ഫ്ലോർ ഇല്ലല്ലോ. അപ്പൊ 10 അടി ആയിട്ട് അല്ലെങ്കിൽ 15 അടി അങ്ങനെ ഡിവൈഡ് ചെയ്യും. ഒരു സൈഡിൽ പുള്ളി വീഴുന്നത്, അത് കഴിഞ്ഞാൽ പുള്ളി വീണതിന് ശേഷമുള്ളത് പുള്ളി കയറി വരുന്നത് ഒരു സ്ഥലം, അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് പൈപ്പിൽ കൂടെ പോകുന്നത് അടുത്ത സ്ഥലം, രക്ഷപ്പെടുന്നത് അടുത്ത സ്ഥലം, അങ്ങനെ 3-4 സെറ്റായിട്ടായിരുന്നു അത് ഒരു ഫ്ലോറിൽ തന്നെ. ഇന്നത്തെ കേസോട് അത് അതിൻ്റെ അകത്ത് കുഞ്ചാക്കോന്റെ ലുക്കിൽ തുടങ്ങി അതിൽ നമ്മൾ കണ്ടതെല്ലാം അത് ഈ പറഞ്ഞ പോലെ ഒരു പ്രാദേശികമായ സിനിമയാണ്. അത് സ്പെഷ്യൽ സിനിമയാണ്. അത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ 3ാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ചിത്രം ഞാനാ ചെയ്തത്, ആൻഡ്രോയിഡ് കുഞ്ഞ്. 2ാമത്തെ ചിത്രത്തിൽ പുള്ളി എന്നെ വിളിച്ചില്ല, 3ാമത്തെ ചിത്രത്തിൽ പുള്ളി എന്നെ വിളിച്ചു. അതൊരു പരാതിയല്ല, എനിക്ക് തിരക്കായതുകൊണ്ട് വിളിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനിപ്പോ ആർക്കറിയാം, നമ്മുടെ ക്യാമറാമാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആ സമയത്തേക്ക് നീല വെളിച്ചം പടമുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയായിട്ട് നിൽക്കുന്ന സമയത്താണ് അത് വേറൊരു കലാസംവിധായകൻ ചെയ്തു തുടങ്ങിയ പടമാണ്. വരും എന്തോ സാങ്കേതികപരമായ മെൻ്റലിയുള്ള എന്തോ വിഷയം കാരണം അതിൻ്റെ പ്രൊഡ്യൂസർ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കൂടിയായിട്ട് തന്നെ എന്നെ വിളിക്കുന്നത്, സന്തോഷ് ടി കുരുവിളായി, സന്തോഷ് സാറും ബെന്നി കട്ടപ്പനയും കൂടെ. അപ്പോൾ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ്, ബെന്നി ഞാനില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ബെന്നി അങ്ങനല്ല, ചെറിയ ബുദ്ധിമുട്ടുണ്ട് നമുക്ക്, അപ്പം നിങ്ങളൊന്ന് വന്ന് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, ഈ വഴക്കും വെക്കാണോ ഉണ്ടാക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം. അങ്ങനെ അവിടെ രജിസ്റ്ററോട് സംസാരിച്ചു. അവസാനം അങ്ങനെയാണ് നമ്മൾ ആ വർക്ക് തുടങ്ങുന്നത്. വേറെ കലാസംവിധായകൻ കുറച്ച് പക്ഷേ എനിക്കൊരു 30% അദ്ദേഹം അതിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ടാവാം. 30 അല്ലെങ്കിൽ 30 കൂടുതൽ ഉണ്ടെങ്കിൽ ഉണ്ടാവാം, എനിക്കറിയില്ല. എൻ്റെ കണക്കിന് 30% അതിൽ വന്നേക്കുന്നത്. നമ്മൾ ചെന്ന് അതിനെ പല മാറ്റങ്ങളും വരുത്തി ആ കോടതിയൊക്കെ ഒരു തുറസായ സ്ഥലമായിരുന്നു. ആ കോടതി കിടന്നിരുന്നത്, കോടതി ഫുൾ സെറ്റാണ്. ഫുൾ സെറ്റാണ്. ആ മരം ഉൾപ്പെടെ, പോസ്റ്റ് ഉൾപ്പെടെ, കട ഉൾപ്പെടെ, അത് മൊത്തം ഒരു നമ്മുടെ ഈ കാസർഗോഡ് പോകുമ്പോൾ കണ്ടിട്ടില്ലേ പുല്ലിങ്ങനെ നിർത്തിക്കുന്ന, അവിടെയാണ് ആ കോടതി. അതിനകത്ത് ഉണങ്ങിപ്പോയ തെങ്ങ് അതെല്ലാം ഞങ്ങൾ ചുമന്നു കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അതൊക്കെ പിന്നെ നമ്മള് സിനിമ എന്ന് പറയുമ്പം മൈക്കാട് പണിയല്ലേ, സംവിധായകനായാലും നടനായാലും എല്ലാം ഇന്ന ടൈമെന്നോ ഒന്നും ഇല്ലല്ലോ. ജോലി എടുക്കുക, കാണുന്നവർക്ക് മാത്രമാണ് അതൊരു വൈറ്റ് കോളർ ജോബ്. ഭയങ്കര സിനിമ ജോലി ചെയ്യുന്ന മനുഷ്യരെ ഞാൻ അത്ഭുതത്തോടെ കാണാറ്. ഇങ്ങനെ പണിയെടുക്കുന്നത് ഒരു ലോകത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഇടയ്ക്ക് പറഞ്ഞു, നിനക്കൊക്കെ എന്ത് ഭാഗ്യമാടാ പോയി, ഇവർക്ക് ടൈമുണ്ടല്ലോ, നമുക്ക് ടൈമില്ലെന്നല്ല പറയുന്നത്. അപ്പോൾ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി 6:30, അത് കഴിഞ്ഞ് പിന്നെ 9:30 വരെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ 12 മണിയാകത്തില്ലേ. അവൻ 12 മണിയാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഒന്ന് ഫോൺ ചെയ്തു, മക്കളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു, അതെല്ലാം കഴിഞ്ഞ് 12. രാവിലെ 6 മണിക്ക് പിന്നെയും പോകണം.
അത് 1-2 ദിവസം അല്ലല്ലോ. അതെ, സത്യം. കണ്ടിന്യൂസ് ഒരുപാട് ദിവസങ്ങൾ ഹോളിഡേ ഇല്ല. അതൊക്കെയാണ്. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് സിനിമയിലെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമയിൽ വന്ന എല്ലാവരും, ഇപ്പോൾ എനിക്ക് ഭക്ഷണം തന്ന ആളും അതിന് മെയിൻ നടനും ഞാൻ ഒരുപോലെ കാണുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും മനുഷ്യരാണല്ലോ. ഓരോരോ ജോലികൾ ചെയ്യുന്നു, പോന്നു. അപ്പം അങ്ങനെ നമ്മുടെ നല്ല സെറ്റായിരുന്നു. എല്ലാവരും ഒരു കുടുംബം പോലെയൊക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ലിജോയൊക്കെ ഇത്ര നേരം പറഞ്ഞില്ലേ, ലിജോയൊക്കെ ഭയങ്കര ത്രില്ലിലാണ്. എന്നുവെച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. അവരോട് നമ്മൾ പറഞ്ഞ കഥ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവർക്കതിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നല്ല സിനിമയായിരിക്കും ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ജനത്തിന് ഓഡിയൻസിന് വേണ്ടിയാണല്ലോ നമ്മൾ ആർട്ട് ചെയ്യുന്നത്. അവർ കണ്ടിട്ട് പറയട്ടെ. ഇത് നമ്മൾ ഒരുപാട് സംസാരിച്ച വേറൊരു സിനിമ ജ്യോതിഷേട്ടൻ ചെയ്തത് വൈറസ് ആണ്. പേടിയോടെയാണ് നമ്മൾ ആക്ച്വലി ആ സിനിമ കണ്ടിട്ടുള്ളത്. അത് കണ്ട് അപ്പൊ അതൊന്നും ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോഴാണ് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഫുള്ള് സെറ്റ് ഇട്ട് വെച്ചേക്കാണ് എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. അല്ലാതെ ഒറിജിനലി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ് നിങ്ങൾ ചെയ്തത് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കോഴിക്കോട് നടന്നത് കാര്യമാണ്. അതെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലോ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ചുറ്റുപറ്റും നടക്കുന്നത്. അപ്പം ഒരു കഥ ആലോചിക്കുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിൽ. ചാക്കോച്ചനുണ്ട്, ടോവിനുണ്ട്, ലോരുണ്ട്, പിന്നെ പാർവതിയുണ്ട്, ജോജുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അതിനകത്ത്. വിട്ടുപോയിട്ടുണ്ടോ ക്ഷമിക്കുക. മലയാള സിനിമയുടെ ഏതാണ്ട് ഒരു ലൈറ്റ് വേർഷൻ ഓഫ് 2020 ആയിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ തെറ്റിയപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് പ്ലാനായി. അപ്പോൾ പടം ഇന്ന ദിവസം തുടങ്ങണം. അപ്പം എന്നെ പറയുന്നത്, ഞങ്ങൾ മീറ്റിംഗ് കൂടി. അപ്പം മൗസിൻ പെരാരിയും അവരൊക്കെയാണല്ലോ സ്ക്രിപ്റ്റ്. അപ്പോൾ അവരെല്ലാം അവിടെ നിന്ന് അത് എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടോട്ട് പോവാം. കോഴിക്കോട് ചെന്ന് അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പെർമിഷൻ കിട്ടി ഷൂട്ട് ചെയ്യാൻ. മിനിസ്റ്റർ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഒരു കഥ അവിടെ സിനിമ ഉണ്ടാകുന്നത്. ഞങ്ങൾ രാവിലെ എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ടേക്കാം. ഞാൻ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പം കാഷ്വാലിറ്റി ആണല്ലോ എൻ്റെ മെയിൻ ഏരിയ. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ ക്യൂ ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. അപ്പം ഞാനിങ്ങനെ അവിടെ എന്താ കിട്ടുന്നത്, അത് ഒപ്പി ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ്. അപ്പോൾ ഞാൻ ഇതല്ലേ കാഷ്വാലിറ്റി? അതെ, 3500 പേര് 4000 പേര് ഡെയിലി വന്ന് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾ പോകുന്ന നടന്നൊക്കെ കണ്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഥകൾ അറിഞ്ഞു. എന്തായിരുന്നു നിപ്പ ഈ സമയം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചു. പ്രാഥമികപരമായൊരു സംഭവം കണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വൈകുന്നേരം റൂമിലൊക്കെ പോയിരിക്കുമ്പോഴത്തേക്കും പറയുന്നു 10 ദിവസമുള്ള ഷൂട്ട് തുടങ്ങണം. 10 ദിവസം കൊണ്ടോ? ആർട്ടിസ്റ്റ് എല്ലാം റെഡിയാണ്, 10 ദിവസം ഷൂട്ട് ചെയ്യണം. അപ്പം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി വേണമല്ലോ. അപ്പം അങ്ങനെ പിന്നെ കാഷ്വാലിറ്റി നമ്മൾ സെറ്റ് ഇടുകയായിരുന്നു. അതവിടെ തന്നെ ഉള്ളൊരു കാർ പോർച്ചാണത് കാഷ്വാലിറ്റി ആയിട്ട് മാറിയത്. സ്പോർട്സ് മെഡിസിൻ്റെ കാർ പോർച്ച്, അത് വൈറസിൻ്റെ കാഷ്വാലിറ്റി ആയി മാറുകയായിരുന്നു. അങ്ങനെയാണ് കാഷ്വാലിറ്റി ഉണ്ടായതെന്ന്. ഇത് ഈ നമ്മൾ അതായത് ഒരു ഡയറക്ടർ ഒരു ആർട്ട് ഡയറക്ടറുടെ അടുത്തേക്ക് വരുന്നു. ആ ആർട്ട് ഡയറക്ടർ ഈ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആ സ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കണം, ആ ലൊക്കേഷൻ. നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ? അതെ, ചില സിനിമകൾ ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ആ പടം നമ്മൾ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തൊന്നും കൊണ്ടുവരാനുള്ള ടൈം ഇല്ല. ഇപ്പം അതിന്റെ കളർ ഇപ്പൊ പറഞ്ഞ പോലെ 10 ദിവസത്തിൽ തുടങ്ങണം, സാഹചര്യം അതാണ്. അപ്പം അതിന് ടൈമില്ല. ടൈമില്ലാതെ വരുമ്പം ആഷിഖേട്ടനെ സംബന്ധിച്ചോളം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ പുള്ളിക്ക് ടെൻഷൻ ഉണ്ടാവുമെന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം പക്ഷേ നമുക്ക് ഇങ്ങനെ പരിപാടിയാണ് പിടിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മളത് ഏറ്റെടുക്കുവാണല്ലോ. അപ്പോൾ ആ പുള്ളിയെ പിന്നെ ഫ്രീ ആക്കുക. 10 ദിവസം കൊണ്ട് പുള്ളിന് തിരക്കഥ സെറ്റപ്പ് അതിൻ്റെ 100 പണിയുണ്ട്, കാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് പോകണം. അപ്പം അങ്ങനെ നമ്മൾ ആ സമയം കൊണ്ട് അതങ്ങ് പണിയായിരുന്നു. കാഷ്വാലിറ്റി എപ്പോഴും കാഷ്വാലിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അളവൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ നിങ്ങൾ പണിയും സൈഡിൽ നിങ്ങൾ തുടങ്ങും. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി 10 ദിവസം കൊണ്ട് കാര്യം സെറ്റായി. പിന്നെ 14 ദിവസം ഷൂട്ട് ചെയ്തവിടെ, രാവിലെ ഷൂട്ടിംഗ് ആയിരുന്നു. ഈ സെറ്റ് ഒരു സെറ്റ് ഇട്ട സാധനേ ചിലപ്പോ ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സിലെ വീട് പോലെ ആ വീട് ഈ പറഞ്ഞ മാതിരി അതിന്റെ ഉള്ള പായലൊക്കെ ഒറിജിനൽ പായലാണ് എന്ന്. അപ്പൊ ആ സെറ്റിന് എന്തെങ്കിലും ഇപ്പൊ സിനിമയാണ്, നമ്മൾ ഈ ട്രോളി ഉൾപ്പെടെ എല്ലാം വരച്ചോണ്ടൊക്കെ പോകുന്നത്, എന്തെങ്കിലും ഒരു ഡാമേജ് ഒക്കെ പറ്റിയെന്ന് വിചാരിക്കും, എന്താ ചെയ്യാ? അവനെ കൊല്ലൂന്ന്. ഓക്കെ, നൈസ്. നമുക്ക് വയലൻസ് വേണ്ട. അല്ല, അത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അത് തൊടാൻ പറ്റത്തില്ല. നോട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ കയറ് കെട്ടി സംരക്ഷിക്കും. പുല്ലൊക്കെ നമ്മള് പുല്ല് വളർത്തത്തില്ലേ, പുല്ല് വളർത്തിയിട്ട് യൂണിറ്റുകാരും അതിന്റെ ആർട്ടുകാരും മറ്റൊരു വന്ന് നശിപ്പിക്കാൻ സമയമില്ല. അവിടെ കയറ് കെട്ടി തിരിച്ചിട്ട് അവിടെ എഴുതി വെക്കും തൊട്ടരുതെന്ന്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനത്തിലും നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെ എപ്പോഴേലും സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്തൊക്കെ ചെയ്താലും സിനിമയാണ്, ആളുകൾ ഇത്ര ഓടി നടക്കുന്നത്, അത് നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. നമുക്കിപ്പം അവിടെ ഒരു പായലാണ് വേണ്ടത്, നമ്മൾ ആ പായലിനെ കാണുന്നത് മൂല്യം ഭയങ്കരമാണല്ലോ. അത് വേണ്ട സംവിധായകര്, എല്ലാ സംവിധാനം അങ്ങനെ ചെയ്യുന്ന എനിക്കറിയില്ല.
ഞാനാണെങ്കിൽ അത് കൃത്യമായിട്ട് കെയർ ചെയ്യും. അങ്ങനെ എപ്പോഴേലും സംഭവിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുമെന്നേ. ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. എല്ലാവരും ഇപ്പൊ പുല്ല് വളർത്തിയെടുക്കുന്നതാണെന്നും ഒക്കെ ഇപ്പൊ ബോധമുള്ള മനുഷ്യരല്ലേ. അവന് അങ്ങനെ ആരും നശിപ്പിച്ചാൽ അവൻ ശരിയാവും. അവൻ്റെ കാര്യം പോക്കാൻ. ഞാൻ മാത്രമല്ല, മറ്റുള്ളവരും വഴക്ക് പറയും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും. ഇപ്പൊ ആർട്ടില് നമ്മൾ നേരത്തെ ഇപ്പൊ പിന്നെയും കുറെ ഇപ്പൊ ഇത് VFX ആണ് അല്ലെങ്കിൽ ഇത് സെറ്റ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ നമ്മൾ പറയും. നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോ ഇപ്പൊ ഇതിൽ നിന്ന് ബ്ലഡ് വരുമ്പോ നമ്മൾ കഥ പറയുമല്ലോ, ഇവരുടെ ഷർട്ടിന്റെ അടിയിൽ ഒരു ഫുൾ ബോട്ടിൽ നിറച്ച് കുങ്കുമം കലക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതായത് ഇപ്പം ഈ ഗ്ലിസറിന്റെ അകത്ത് ചുണ്ണാമ്പ് കലക്കിയിട്ടാണ് ബ്ലഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള, അറിഞ്ഞാൽ രസം തോന്നുന്ന കുറച്ച് സാധനങ്ങൾ പറഞ്ഞുതരോ? നിങ്ങൾ ആർട്ടുകാർ ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകൾ, സീക്രട്സ് റിവീൽ ചെയ്യണ്ട. സീക്രട്ട് ഒന്നും അല്ല, ഇന്ന് എന്ത് സീക്രട്ട്? അത് ഈ പരസ്യമൊക്കെ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഡിസൈനർ ബാവക്കെ പോലെയൊക്കെ ഉള്ള അവർക്കാണ് കൂടുതൽ ഇതറിയാവും, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാതെ. പിന്നെ നമുക്ക് അതെന്ന് പറഞ്ഞാല് ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രശാന്ത് അമരവിള എന്നൊരു നമ്മുടെ സെറ്റേഴ്സിൻ്റെ ആളുണ്ട്. വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ആളാണ്. എൻ്റെ കൂടെ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് ഇപ്പം ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അല്ല, കുമ്പളങ്ങിനെ അല്ല, എന്നാൽ താൻ കേസ് കൂടെ അതിൽ ആ വാഷ് ബേസിൻ്റെ അവിടെ ഒരു സോപ്പ് വേണം. ഒരു വാഷ് ബേസിന് പ്രത്യേകമായിട്ട് കോടതിയിലുള്ള വാഷ് ബേസിനാണ്. പുള്ളി ഭക്ഷണം കൈ കഴുകുമ്പോൾ സോപ്പ് എടുത്ത് ഇങ്ങനെ തേക്കുന്നുണ്ട്. പ്രായമുള്ള മനുഷ്യൻ, ഒരു വക്കീല്. അപ്പൊ സോപ്പില്ല, അപ്പൊ സോപ്പ് മേടിക്കാൻ ഇച്ചിരി ദൂരം പോകണം. ഒരു 10 മിനിറ്റ് എടുക്കും പോയി തിരിച്ചു വരാൻ. 10 മിനിറ്റ് അങ്ങോട്ടും 10 മിനിറ്റ് ഇങ്ങോട്ടും, അരമണിക്കൂർ കൂട്ടിക്കോ. അരമണിക്കൂർ പോകും. അപ്പൊ ഇവൻ ഓടി പോയിട്ട് അവിടെ ഒരു പ്രൊഡക്ഷന്റെ ഭാഗത്ത് ചെന്നിട്ട് പപ്പായ മേടിച്ചിട്ട് സോപ്പിന്റെ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് മറ്റേ ഹാൻഡ് വാഷ് തേച്ച് കൈ കൊണ്ട് പതപ്പിച്ചോണ്ട് വന്ന് എന്നിട്ട് അവിടെ കൊണ്ടുവച്ച് ഷൂട്ടെല്ലാം കഴിഞ്ഞ്. അപ്പം അതിന് പതയുണ്ടല്ലോ, പുള്ളി എടുക്കുമ്പോൾ അതേ പതയൊക്കെ വന്ന പുള്ളി കൈയൊക്കെ കഴുകി പോയി കഴിഞ്ഞ് ഷോട്ടോ ഒക്കെ ആയപ്പം ഡയറക്ടറോട് പറഞ്ഞത്, പുള്ളിയുടെ പ്രൊഡക്ഷൻ ഡിസൈനറാണല്ലോ രതീഷ് ബാലകൃഷ്ണൻ, അത് പപ്പായയുടെ കഷ്ണമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള രസകരമായ ടെക്നിക്കുകളൊക്കെ ഇടയ്ക്കൂടെ സംഭവിക്കും സിനിമയിൽ. അങ്ങനത്തെ എൻ്റെ ഓർമ്മയില് പറയാം, എൻ്റെ ഇടയ്ക്ക് പറയാം, ഓർക്കും പറയാം, ശ്രദ്ധിക്കാറില്ല. ഓക്കെ, ഇനി ഈ കൂട്ടത്തില് നമ്മള് സിനിമ കണ്ടു കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നോ എന്ന് ആലോചിച്ചത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പം കണ്ടപ്പോഴാണ്. നമ്മൾ വിചാരിച്ചത് ചിലപ്പോ ഇത് എന്താ പറയാ, ചിലപ്പോ നിങ്ങൾ ശരിക്കുള്ള റോബോട്ടായിരിക്കും ഇങ്ങനെ വിചാരിച്ചവരുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ മനുഷ്യനെ കണ്ടപ്പോ നമ്മൾ ഞെട്ടിയായിരുന്നു. ഈ സിനിമ മൊത്തം ഇത് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് അതിലുണ്ടായിരുന്ന കുറെ ചാലഞ്ചസ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ഉണ്ടായിരുന്ന. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, അതെ, അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ ആണല്ലോ. റോബോട്ട് ഉണ്ടാക്കിയ ഞാനല്ല, രതീഷ് ചേട്ടനാണ് അത് ഉണ്ടാക്കുന്നത്. എൻ്റെ ഐഡിയയും കൺസെപ്റ്റും ഡ്രോയിങ്ങും എല്ലാം രതീഷ് ചേട്ടൻ്റെ തന്നെയാണ്. പുള്ളിയാണ് അങ്ങനെ ഒരു കോസ്റ്റ്യൂം, അത് ഉടുപ്പാണ് ഒരിടത്ത് സെറ്റാക്കി വെക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അത് നന്നായതാണ് സിനിമ വിജയിച്ചത്. അത് മോശമാണെങ്കിൽ ഇത്ര ഇമോഷൻ കാണിച്ചാൽ സിനിമ വിജയിക്കാൻ സാധ്യതയില്ല. അത് ഞാനല്ല, എന്റെ ക്രെഡിറ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ. ഞാനിതിൽ വർക്ക് ചെയ്തു എന്നേ ഉള്ളൂ, കലാസംവിധാനായി വർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഇത്രയും നാളത്തെ കരിയറിൽ ഇപ്പൊ ചില സാധനങ്ങൾ നമ്മള് ഇപ്പൊ നമുക്ക് സംഭവിക്കാറുണ്ട്. അതായത് ചില ആക്ടേഴ്സ് വരും എന്ന് വിചാരിച്ച് നമ്മള് കുറെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ട് വരും, പക്ഷെ അവര് വരില്ല. അപ്പൊ നമുക്ക് സംഭവിക്കുന്ന ഒരു ഭയങ്കര സങ്കടം ഉണ്ട്. അയ്യോ, അത്രയും പ്രിപ്പയർ ചെയ്ത് അവരോടൊന്നും ചോദിക്കാൻ പറ്റില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യും കുറെ സ്റ്റോറീസ്. അതുപോലെ നമ്മൾ ചിലപ്പോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ചില ആർട്ട് വർക്കുകൾ സിനിമയിൽ ചിലപ്പോ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ എഡിറ്റ് ആയി പോയിണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ഒരു വിഷമമുണ്ടായ ഒരു പടം ലോൺലി വിങ്ഷൻ 7000 കണ്ടി എന്ന് പറഞ്ഞ ഒരു സിനിമയില് നമുക്ക് കുറച്ച് നല്ല വിഷ്വൽസ് മിസ്സായി പോയിന്ന് വെച്ചാൽ എന്തോ അതൊന്നും സിനിമയിൽ വന്നില്ല. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള സിനിമ വലിയ സങ്കടപ്പെടുത്തി. കാരണം ഒരു 10,000 പേര് ഒരു കുറെ 20 മരത്തിന്റെ മുകളിൽ ഒരു 100 അടി ഹൈറ്റിൽ ഒരു ഗ്രാമം നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അതായിരുന്നു അതിന്റെ ഹൈലൈറ്റ്. അത് സിനിമയിൽ എത്രത്തോളം ഹോൾ വില്ലേജ്, ഒരു കാട്ടില് 20 മരത്തിന്റെ മേളിൽ 100 അടി ഹൈറ്റില് ഒരു 1000 പേര്, ക്രൂ ഉൾപ്പെടെ 1000 പേരുണ്ടാവും അതിന്റെ മേളിൽ. അത് സെറ്റിട്ടായിരുന്നു ഞങ്ങള്, ഗംഭീരമായിരുന്നു അത്. പക്ഷെ അത് വേണ്ട രീതിയിൽ സിനിമയിൽ വന്നില്ല. അതാണ് ഞാൻ ചെയ്തതിൽ എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം. അത് ആരെയും തെറ്റല്ല, അത് എന്തുകൊണ്ടോ അത് വന്നില്ല. അതാണ് സങ്കടമുള്ളത്, വേറെ ഒന്നും. ബാക്കി എല്ലാം വന്ന് ഒരുവിധമല്ല ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം ആ ഡയറക്ടറായി അവിടുന്ന് 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ഡയറക്ടറായിട്ട് ഇനി അങ്ങോട്ട് ഡയറക്ഷനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു അങ്ങനെ തീരുമാനമൊന്നുമില്ല. അതായത് ഇപ്പൊ ഞാൻ അടുത്ത കലാസംവിധാനം ചെയ്യുന്നത് രാഹുലിന്റെ പടമാണ്, നമ്മുടെ ബ്രഹ്മയുഗം. ഇതിന്റെ പടം നേരത്തെ കമ്മിറ്റ് ചെയ്ത പടമാണത്. അത് ചെയ്യണം. ബാക്ക് ടു ആർട്ട്. പിന്നെ നല്ല കഥ അടുത്ത് എന്താണ് ഉണ്ടാകുന്ന അന്നേ സിനിമ ചെയ്യുള്ളൂ.
ഡയറക്റ്റ് ചെയ്യുള്ളൂ. ആ സമയങ്ങളിൽ എല്ലാ സമയങ്ങളിൽ എനിക്ക് എൻ്റെ ജോലി ഉണ്ടല്ലോ, എല്ലാ സംവിധാനം എനിക്ക് ചെയ്യാമല്ലോ. മനസ്സിലായി. ആദ്യം ജ്യോതിഷേട്ടൻ പറഞ്ഞ ആ കോൺഫിഡൻസ്, അത്രയും കോൺഫിഡൻസ് വരുന്ന ഒരു സ്റ്റോറി വരുമ്പോൾ, നല്ല കഥ വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഞാൻ സിനിമയെ കാണുന്നതും അങ്ങനെയാണ്. നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിടുന്നതല്ലല്ലോ, മനസ്സിലായി, ക്വാണ്ടിറ്റിയിലല്ലോ. നമുക്ക് ആ നല്ലൊരു സാധനം വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കഥ അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ 1-2 കഥകളൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആവട്ടെ, സമയത്ത് ചെയ്യാം. ഏതാണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണതിന് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ സിനിമയില് സന്തോഷം അടി കിട്ടിയോളൂ. പൊന്മാനില് ജ്യോതിഷേട്ടൻ ആരാ? പൊന്മാനിലെ അതിനകത്ത് മറുതാലാലു എന്ന് പറയുന്നത് ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹം, ഞങ്ങൾ റൂമിൽ ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവരും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, ലോഡ്ജിൽ 1-2 പേരൊക്കെയാണ്. അതായത് അങ്ങനെ മറുതാലാലു എന്നൊരു ക്യാരക്ടറുണ്ട്. നമ്മളിപ്പോൾ ക്യാരക്ടർ പോസ്റ്ററൊക്കെ ഇപ്പം നമ്മൾ ഇറക്കിയായിരുന്നു. പുള്ളിയുടെ ഒരു ഷെയ്ഡ്, എൻ്റെ ഒരു ഷെയ്ഡാണത്. മനസ്സിലായി. ആ സ്റ്റോറിയില് ജ്യോതിഷന്റെ ഷെയ്ഡിൽ വരുന്നത്. അതുപോലെ ഇപ്പൊ ഒരു കഫേയുടെ കാര്യം പറഞ്ഞില്ല, കഫേയുടെ ഓണർ അതിന്റെ അകത്ത്, പുള്ളി അതിനകത്ത് അങ്ങനെ 2-3 പേര് അങ്ങനെ അവരൊന്നും വ്യക്തമായി നമുക്ക് സിനിമയിൽ വന്നപ്പോൾ പക്ഷെ അവരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. പുസ്തകത്തിലുണ്ട് അത്. പക്ഷെ സിനിമയിലേക്ക് നമുക്ക് 1-2 ക്യാരക്ടർ മതി കഥ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് നമ്മൾ അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, സിനിമയിലുണ്ട്. അങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിൽ ഇല്ലാന്നേ ഉള്ളൂ. നിങ്ങളുടെ കണ്ണുകളിലെ കോൺഫിഡൻസ്, അതാണ് ആക്ച്വലി ഞങ്ങൾക്കും ഉള്ള കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ കോൺഫിഡൻസ് എന്തായാലും നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങൾക്ക് അതൊരു ഒരുപാട് പേരോട് പറയാൻ പറ്റും. എന്തായാലും നിങ്ങളത് കുറെ പേർക്ക് സജസ്റ്റ് ചെയ്യും ഈ മൂവി. അത് എനിക്കും കോൺഫിഡൻസ് ഉള്ള കാര്യമാണ്. താങ്ക് യു.